ഹലോ ഫ്രണ്ട്സ്, ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരുപാട് നാളത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ എനിക്ക് ഗവൺമെൻറ് ജോലിയുടെ അഡ്വൈസ് വന്നിരിക്കുകയാണ്. ഒത്തിരി എങ്ങനെ എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത അത്രത്തോളം സന്തോഷമുണ്ട് എനിക്ക്. ആദ്യം തന്നെ അപ്പായെയൊക്കെ കാണിക്കാനായിട്ട് പാമ്പാടിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പാടെ കണ്ണൊക്കെ നിറഞ്ഞു. ഈ മൊമെൻ്റൊക്കെ ഇനി ജീവിതത്തിലുണ്ടാവാൻ പോകുന്നുമില്ല. ഇത് ഫസ്റ്റ് ജോലിയുടെ ഒരു ത്രില്ല് വേറെ തന്നെയാണല്ലോ, ഫസ്റ്റ് ഗവൺമെൻറ് ജോലിയുടെ. അമ്മേനെ കാണിച്ച അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഓവറായിട്ട് സന്തോഷവും ഓവറായിട്ട് സങ്കടവും എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. നാത്തൂനെയും എല്ലാവരെയൊക്കെ എല്ലാവരോടും പറയുകയും എല്ലാവരെയും വിളിച്ചറിയിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നിലയിൽ ഇന്നെത്താൻ പറ്റിയത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്തവർക്കും പരിഹസിച്ചവർക്കും എല്ലാം കൂടെ നിന്നവർക്കും എല്ലാം ഒരുപാട് നന്ദി. ഈ ഒരു PSC ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേറെ നാളായി. പക്ഷേ അതൊരു കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രഗ്നൻസി, ഡെലിവറി, പിന്നെ പിള്ളേരെ വളർത്തൽ, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലി, 1-2 ജോലിക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് പഠിത്തം പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല. സമയം കിട്ടുമ്പം ചെറുതായിട്ടൊക്കെ കേട്ട് പഠിച്ച് അങ്ങനെയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാലും എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും തളർന്നു പോയാൽ അത്രയധികം മോട്ടിവേറ്റ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ്, കൂടെ നിന്ന് എൻ്റെ ഹസ്ബൻഡ് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. അത്രത്തോളം വേണ്ടാന്ന് വെച്ച് പോരാൻ തുടങ്ങിയ പല അവസരങ്ങളിലും എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്ന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. അപ്പം എൻ്റെ കെട്ടിയോര് ആണ് ഇതിൻ്റെ ക്രെഡിറ്റിൻ്റെ 90%. പിന്നെ എൻ്റെ വീട്ടുകാരാണെങ്കിലും ഒത്തിരി സപ്പോർട്ട്. ഞാനിപ്പോൾ എൻ്റെ ഈ കിട്ടിയ എക്സാമിൻ്റെ ആ ഒരു പീരീഡിൽ ഒരു മാസം 1.5 മാസത്തോളം എൻ്റെ വീട്ടിൽ പോയി നിന്നാണ് പഠിച്ചത്. അപ്പം എൻ്റെ മൂത്തയാളെ കെട്ടിയോൻ്റെ വീട്ടിലാക്കിയിട്ട് ചെറിയ ആളെ കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കി തന്നത് എൻ്റെ വീട്ടുകാരും, എൻ്റെ മൂത്തയാളെ നോക്കിയത് എൻ്റെ കെട്ടിയോൻ്റെ വീട്ടുകാരും. അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കുകളാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹവും എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. യൂട്യൂബിൽ ഇത്തരം വീഡിയോസൊക്കെ കാണുമ്പം ഇങ്ങനൊരവസരം എനിക്കുണ്ടാവുമെന്ന് ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ അങ്ങനെ ഒരു അവസരം എന്നെ തേടിയെത്തി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കെട്ടിയവനെ കാത്തു നിന്ന് കാണിക്കുവാണ്. അഡ്വൈസ് വന്ന സമയത്തൊന്നും കെട്ടിയവൻ വീട്ടിലില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പം കാണിച്ചതാണ്. വിളിച്ച് പറഞ്ഞു, നല്ല നേരിട്ട് കാണുന്ന ഒരു മൊമെൻ്റാണിത്. ഒത്തിരി സന്തോഷം. പിന്നെ വീട്ടിൽ അമ്മച്ചീനെ കാണിച്ചു. അമ്മച്ചിയും ഒരുപാട് ഹാപ്പിയായി. അതിനുശേഷം അച്ഛനെ കാണിച്ചു. എല്ലാവരും തന്നെ വിഷ് ചെയ്തു, അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ജീവിതത്തിലെ നല്ലൊരു മൊമെൻറ്റ്.